ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഹെഡ്ലൈറ്റുമായിട്ടാണ്. ഹെഡ് ടോർച്ച് എന്നൊക്കെ പറയും. നമ്മൾ ടാപ്പിങ്ങുകാർ ഉപയോഗിക്കുന്ന ഒരു തരം ടോർച്ചാണ് ഇത്, തലയിൽ വയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായി ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഗൈസ്, നമുക്ക് ആദ്യം വേണ്ട ഇതുപോലെ ഒരു LED ബോർഡാണ്. ഇത് നമ്മളൊരു എമർജൻസിയിൽ നിന്ന് ഊരി മാറ്റിയതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്, റീചാർജബിൾ. പിന്നെ നമുക്കൊരു ചാർജിങ് സ്ലോട്ട് ആവശ്യമുണ്ട്. ഇതിന് ഏകദേശം 10 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് ആവശ്യമാണ്. നമ്മൾ ഈ ഒരു അളവിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ബോക്സ് നമ്മൾ PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാനിപ്പോൾ ഈ തൊട്ട് കാണിച്ചിരുന്ന ഭാഗം നമ്മൾ ട്യൂബ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ തലയിൽ നല്ല വെക്കുന്ന സമയത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചാർജിങ് സ്ലോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് നമ്മുടെ സ്വിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടും. ഇനി നമുക്ക് ഈ 4 സ്ക്രൂകൾ അഴിച്ചു മാറ്റാം. ഗൈസ്, ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ചാർജിങ് സ്ലോട്ട് ആ വലിയ ഹോളിലായിട്ട് നമുക്ക് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ അടപ്പിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മൾ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. ഗ്രേ കളർ വയർ നമ്മൾ ചാർജിങ് സ്ലോട്ടിൻ്റെ റെഡ് വയറിലേക്കും ബ്ലാക്ക് കളർ വയർ നമ്മൾ ചാർജിങ് സ്ലോട്ടിൻ്റെ ബ്ലൂ വയറിലേക്കും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വെക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഹീറ്റഡ് സ്ലീവാണ്. ഈ സ്ലീവ് നമ്മുടെ ബ്ലാക്ക് വയറിലൂടെ കോർത്ത ശേഷം നമുക്ക് ആ ഒരു ജോയിൻ്റ് അടിച്ച് അവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് അടിക്കുന്നതിന് പകരം ഒരു സ്ലീവ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, സെറ്റായി നിന്നോളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഗ്രേ കളറും റെഡ് വയറും കൂട്ടി പിരിച്ച് വെച്ച് ആ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആ ബ്ലാക്ക് വയർ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്രേ കളർ വയർ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ആ സ്വിച്ചിൻ്റെ ഒരു സൈഡിലേക്കായിട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡബിൾ ടാപ്പാണ്. ഈ ഡബിൾ ടാപ്പ് നമ്മുടെ ബാറ്ററി ഇളകി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് വെച്ച് ആദ്യം ബാറ്ററിയിലൊന്ന് വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഈ ഒരു മഞ്ഞ സ്റ്റിക്കർ പറിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബാറ്ററി ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഗൈസ്, ഇനി നമ്മൾ ആ അടപ്പിൻ്റെ ആ ഒരു ഹോളിലൂടെ നമ്മുടെ LEDൻ്റെ 2 വയറുകൾ എടുത്ത ശേഷം അതിലെ റെഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് LEDയുടെ ബ്ലാക്ക് വയറിലേക്ക് ഒരു സ്ലീവിൻ്റെ കഷ്ണം വെച്ച ശേഷം നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ആ ഒരു കറുപ്പ് വയറും LEDയുടെ നെഗറ്റീവും തമ്മിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കൂട്ടിപ്പിടിച്ച ശേഷം നമുക്ക് ആ സ്ലീവ് ഒന്ന് കയറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഗൈസ്, ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്വിച്ച് നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അവിടെ നല്ല സെറ്റായിട്ട് നിന്നോളും. ഇനി നമുക്കൊരല്പം ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം ആ ഒട്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അലാസ്റ്റിക്കാണ്. നമ്മൾ അലാസ്റ്റിക്കിൻ്റെ 2 തലകളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഹോളിലൂടെ ഇട്ട ശേഷം ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചത് ഈർക്കിളിയാണ്. ഈർക്കിളി ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചെടുത്താണ്. നമ്മൾ വലിച്ച് ടൈറ്റാക്കി വെക്കാം. ഇനി 4 സ്ക്രൂ ഇട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ LED ബോർഡ് വെക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നമ്മളതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓട്ട നമുക്ക് പിന്നെ LED ബോർഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, മറ്റേ ബോർഡിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി. നമുക്ക് LED ബോർഡ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഗൈസ്, അങ്ങനെ നല്ല ഉഷാറായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു അടപ്പുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾഡറുണ്ട്. ആ ഹോളിലൂടെ നമ്മളെ വയർ കോർത്തെടുത്ത ശേഷം ചുവപ്പ് വയർ LEDയുടെ പോസിറ്റീവിലേക്കും കറുപ്പ് വയർ LEDയുടെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഗൈസ് അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്ന ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ പ്രസ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ ഒരു സ്ക്രൂ അതിലിട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡിലും ടൈറ്റാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അലാസ്റ്റിക് നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ വെച്ച് തട്ടും. ഇത്രയും വെട്ടുണ്ട്. ഈ റൂമിൽ മൊത്തം വെട്ടം വരട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതായിരിക്കും ക്യാമറമാൻ മിഥുലാജിനൊപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.